പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ പറഞ്ഞു വച്ചത് ഇപ്രകാരമായിരുന്നു: ഈ ലോകം മുഴുവൻ്റെയും രാജാവായിരിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞായിരിക്കുകയാണ്. ഒരു കുഞ്ഞ് സ്വന്തം അപ്പനെയും അമ്മയെയും ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുക. തനിക്ക് ആവശ്യമുള്ളതെല്ലാം അവർ തരും എന്ന വിശ്വാസം എപ്പോഴും ഒരു കുഞ്ഞിനുണ്ട്. ഇന്ന് തിരുവചനത്തിലൂടെ ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പറയാതെ തന്നെ സമൃദ്ധമായി തരുവാനും അതോടൊപ്പം നന്മകൾ ചെയ്യാനുള്ള ദൈവകൃപ നൽകി നമ്മളെ അനുഗ്രഹിക്കുവാനും ഈശോ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ ഇടപെടേണ്ട, സൗഖ്യം നൽകേണ്ട എല്ലാ മേഖലകളെയും നമുക്ക് തുറന്നു വയ്ക്കാം. അവിടുന്ന് നമ്മളോട് സ്നേഹപൂർവ്വം പറയുന്നുണ്ട്: നീ പറയാതെ തന്നെ നിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നമ്മൾ കടന്നുപോകുന്ന രോഗപീഠകളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ അധികാരമുള്ള ഈശോയുടെ തിരുനാമത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.